ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അമ്പഴങ്ങ അച്ചാറാണ്. അതിനായിട്ടൊരു 3 കിലോയുള്ള അടുത്തോളം അമ്പഴങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളത് കഴുകി ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റണം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രം എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചൂടായി വന്നിട്ട് വേണം നമുക്കതൊന്ന് പിറക്കി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം പിറക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അമ്പഴങ്ങ അച്ചാറിട്ട് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതെല്ലാം പിറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഇടണം നമുക്ക്, എന്നാലേ ഇതിനകത്ത് വേവിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ആവി വരട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം അത് 2ാമത്തെ വറ്റാനുള്ളതാണ് കേട്ടോ അടുപ്പിൽ. അപ്പോൾ ഇത് 1ാമത്തെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റി ഇനി 2ാമത്തെ ട്രിപ്പിളിൽ ഇട്ട് വെച്ച് കൊടുക്കുക, വാട്ടിയെടുക്കണം കേട്ടോ. നമുക്കൊന്ന് വെള്ളത്തിൽ പുഴുങ്ങല ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2ാമതൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടല്ലോ, ഒറ്റ തട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പം അതെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ട് ഇതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പ് വെച്ചു, അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒത്തിരി മൂത്ത് പോകണ്ട കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ കടുകും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ടതൊന്ന് ചെറുതായിട്ട് തരിയായി പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ചേർക്കാൻ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വാട്ടി ചേർക്കാനായിട്ടാണ്. ഇനി നമുക്കതിനകത്ത് കാശ്മീരി മുളകും പൊടി, കായപ്പൊടി, ഉപ്പ്, ശകലം പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാ മുളകും പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചീഞ്ചട്ടി അടുപ്പ് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. എപ്പോഴും നമ്മൾ അച്ചാറിടുമ്പോൾ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. നല്ലെണ്ണ ഉപയോഗിച്ചാൽ പെട്ടെന്നൊന്നും അച്ചാർ കേട് വരത്തില്ല. അത് സുറുക്ക തിളപ്പിക്കാൻ വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. സുറുക്ക എപ്പോഴും നമ്മൾ തിളപ്പിച്ചിട്ടേ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ പൂത്ത് പോകും. അപ്പോൾ നമുക്ക് ആ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒരുവിധം നല്ലതുപോലെ വാടി കിട്ടട്ടെ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അമ്പഴങ്ങയ്ക്കകത്തേക്ക്. അപ്പോൾ നമ്മളുടെ അതെല്ലാം മൂത്തു ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. മുളകും പൊടിയൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് ഇനി ആ എണ്ണയിൽ കടന്നതൊന്ന് ചൂടാവും. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന സുർക്കയും ഇതിനകത്തേക്ക് ഒഴിച്ചു